PSC അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം PSC നടത്തുന്ന ഏറ്റവും വലിയ പരീക്ഷയാണ് സത്യത്തിൽ ഈ ആസൂത്രണ ബോർഡിലെ ചീഫ് തസ്തികകളിലേക്കുള്ള പരീക്ഷ എന്നുള്ളതാണ് ഏറ്റവും വലുത്. അതിൻ്റെ ശമ്പള സ്കെയിൽ നോക്കണം. 1,20,000 രൂപ മുതൽ 1,66,000 രൂപ വരെ ശമ്പളം വരും ഇതിനുള്ളിൽ. അതായത് നമ്മൾ അതിൽ KS പരീക്ഷ അതിപ്രാധാന്യത്തോടെ നടത്തുന്നില്ല, അതൊക്കെ ഇതിൽ താഴെ വരികയുള്ളൂ എന്നുള്ളതാണ്. അതിനും മുകളിലുള്ള ശമ്പള തസ്തികയുള്ള ശമ്പളമുള്ള സ്ഥലമാണ് എന്നുള്ളതാണ് ഞാൻ ഈ അനിരുമായിട്ടും ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. പക്ഷേ അത്രയും ടോപ്പ് ലെവൽ എക്സാം, ഗ്ലാമറസ് ആയ ഒരു എക്സാം, അതിനാണ് ഈ ആളുകൾ എഴുതുന്നത്. പക്ഷേ ഇതിൽ നടക്കുന്നത് കണ്ടു കഴിഞ്ഞാലാണ് നമുക്കിതിൻ്റെ ഒരു ഇതെങ്ങനെയാണ് സുതാര്യമാകുന്നതെന്ന് നമുക്ക് തന്നെ തോന്നിപ്പോകുന്നത്. ഇത് 2019 ഇതിൽ മുൻക്രമക്കേടുണ്ടത്. ഇത് രണ്ടാമത്തത് ഒന്ന് ഈ മൂല്യനിർണ്ണയം നടത്തിയിട്ടില്ല എന്നുള്ള കാര്യം വരുന്നത് ആദ്യത്തെ വാർത്ത എന്നുള്ളത് വരുന്നു. പിന്നീട് അതിനു മുമ്പ് 2019 ക്രമക്കേടാണ് ഇതിലും വലിയൊരു കാര്യം. ഇതിലേക്ക് വഴിവെച്ചത് തന്നെ ഇങ്ങനെയുള്ളൊരു തട്ടിപ്പിൻ്റെ മൂർച്ച കൂടിയതുകൊണ്ട് 2019 ഒരു തട്ടിപ്പ് പിടിക്കപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിലേക്ക് കൂടി നിലവിൽ അത് എത്തുന്നത്. 2019 സൗമ്യ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി 2019 91.75 മാർക്ക് എഴുത്തിൽ ആ പെൺകുട്ടിക്ക് കിട്ടി. അതിൽ അന്നത്തെ PSC ചെയർമാനും ആസൂത്രണ ബോർഡ് ചെയർമാനും അടക്കം അഭിമുഖത്തിൽ പങ്കെടുക്കുന്നു എന്നാണ് അറിയുന്നത്. അന്നത്തെ PSC ചെയർമാനും ആസൂത്രണ ബോർഡ് ചെയർമാനും. അതെ തീർച്ചയായും. അതായത് എന്നിട്ട് ഈ പരീക്ഷയിൽ എഴുതുന്നത് അപ്പോൾ മത്സരിപ്പിച്ചത് നല്ലോണം തോറ്റു. തീർച്ചയായും അത് രാജിവെപ്പിച്ചിട്ട് അവിടെ കൊണ്ടുപോയി മത്സരിപ്പിച്ചതാണ്. ശരി, അതെ തീർച്ചയായും. അപ്പോൾ അന്ന് ആ അഭിമുഖത്തിൽ ഈ അഭിമുഖത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഭിമുഖത്തിൽ ഒരു ഇൻ ക്യാമറ പ്രൊസീഡിങ്സോ മറ്റോ ഒന്നുമല്ല. അതായത് നമ്മളൊരു എഴുത്തു പരീക്ഷ നടത്തി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് 355 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ പേപ്പറുകൾ നമുക്ക് കാണാം, എത്ര മാർക്കാണ് നമുക്ക് കിട്ടുന്നത്, നമുക്കതിലും വിലയിരുത്താനുള്ള ഒരു ഓപ്ഷനുണ്ട്. പക്ഷെ അപ്പോഴും PSC ചെയ്യുന്നൊരു കാര്യം എന്താണെന്നറിയോ, 355 രൂപയോ മറ്റോ കൊടുത്തിട്ട് അപേക്ഷിക്കുമ്പോൾ 15 ദിവസത്തിനുള്ളിലോ മറ്റോ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇത് അപേക്ഷിക്കണം. പക്ഷേ തിരിച്ച് ഇതുപോലൊരു കാലാവധിയില്ല ഈ പേപ്പർ തരാൻ. അങ്ങനെ ഒരു കാലാവധി ഇപ്പോഴും ഇല്ല. അത് ഇതുവരെ എന്തിനാണ് ഇവർ ഇത്രയധികം താമസം എടുക്കുന്നതെന്ന് നമുക്കറിഞ്ഞുകൂടാ. അത് തരാനുള്ള ഒരു വ്യവസ്ഥയും ഇല്ല. അവർക്ക് അങ്ങനത്തെ വ്യവസ്ഥയും വെള്ളിയാഴ്ചയും ഈ കാര്യത്തിലില്ല. പിന്നെ എങ്ങനെയാണ് ഇത്രയും ഒരു വിശ്വസ്ത സ്ഥാപനം പോലെ ഈ PSC വരുന്നതെന്നുള്ളതാണ് അവിടുത്തെ ചോദ്യം. അഭിമുഖ പരീക്ഷയുടെ കാര്യം, ഈ അഭിമുഖത്തിൽ പങ്കെടുക്കുമ്പോൾ ആ കുട്ടിക്ക് കൊടുത്തത് 11 മാർക്ക്, 40-ലാണെന്ന് ഓർക്കണേ. അതേസമയം 45 മാർക്കും 50 മാർക്കും ഒക്കെ നേടിയ ഇതിലും താഴെയുള്ളവർ, അതായത് ഈ ബന്ധുനിയമനം പോലെ എന്നോ അല്ലെങ്കിൽ സ്വജനപക്ഷപാതം എന്നോ തോന്നുന്ന പോലെയുള്ള ആളുകൾക്ക് ഇത്രയധികം മാർക്കുള്ളത് 40-ൽ 36 മാർക്കും 38 മാർക്കും ഒക്കെയാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. റാങ്ക് ലിസ്റ്റിന്റെ മുകളിലേക്ക് എത്തിച്ചു. അന്ന് ഈ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമായിരുന്നു. റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക മാത്രമല്ല, അതിൽ അഭിമുഖത്തിന്റെ മാർക്കും എഴുത്തു പരീക്ഷയുടെ മാർക്കും രേഖപ്പെടുത്തും. അപ്പോഴാണ് ഈ കാര്യം മനസ്സിലായത്. എന്നിട്ടന്ന് കോടതിയിൽ പോയിട്ട് സുപ്രീം കോടതിയാണ് ചോദിച്ചത്, നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ഈ അഭിമുഖ പരീക്ഷയ്ക്ക് ഇത്രയധികം മാർക്ക് കൊടുക്കുന്നത്? അത് മനസ്സിലായിട്ടില്ല, അതിൻ്റെ യുക്തി മനസ്സിലാവുന്നില്ല. കാരണം സാധാരണഗതിയിൽ 40-ൽ മാക്സിമം പോയി കഴിഞ്ഞാൽ ചട്ടപ്രകാരം 15-ഓ 20-ഓ വരെയൊക്കെ മാർക്ക് കൊടുക്കാറുള്ളൂ പോലും. പക്ഷേ ഇവിടെ 91 ഇത്രയധികം ശതമാനം മാർക്ക് എഴുത്തു പരീക്ഷയിൽ വാങ്ങിയ ഒരു കുട്ടിക്ക് ഇല്ലാത്ത പ്രിവിലേജാണ്. അതിൽ അത്രയധികം മാർക്ക് പോലും ഇല്ലാത്ത ആളുകളെ തിരികെ കയറ്റുവാൻ വേണ്ടി മാത്രം ഇത്രയധികം എഴുത്തു പരീക്ഷയിൽ മാർക്ക് കൊടുത്തിരിക്കുന്നത്. അന്ന് പറഞ്ഞു, ഇനി ഇത് വരാതെ ഞങ്ങൾ നോക്കിക്കോളാം, സംഭവിക്കാതെ നോക്കിക്കോളാം. മറ്റേ 2022 19 നടന്നിട്ടും കോടതിയിൽ ഇതിൻ്റെ നിയമപോരാട്ടത്തിൽ ഇത് വലിയ കാലതാമസമുണ്ട്. ഈ പേപ്പർ അപേക്ഷിച്ച് എഴുത്തു പരീക്ഷൻ്റെ പേപ്പർ മേടിക്കുന്ന അതേപോലെയുള്ള കാലതാമസം ഇതിനുണ്ട്. 2022 കോടതിയിലെത്തിയത്. ആ വർഷം വിരമിക്കും. അന്ന് നിയമനത്തിൽ പ്രശ്നമുണ്ട് എന്ന് ആരോപിക്കപ്പെട്ടയാൾ ആ വർഷം വിരമിക്കും. വിരമിച്ചു കഴിഞ്ഞു 2023 ഇപ്പോൾ പ്രശ്നമായ പരീക്ഷയുടെ വീണ്ടും വിളിച്ചു. പരീക്ഷ വിരമിക്കുന്ന പശ്ചാത്തലത്തിൽ ഉറപ്പായാലും പരീക്ഷ നടത്തുമല്ലോ. അപ്പോൾ ഇപ്പോൾ 2003 നടത്തിയ പരീക്ഷയുടെ റിസൾട്ടാണ് ഈ 2025 വന്നേക്കുന്നത്. ചീഫ് പ്ലാനിംഗ് കോർഡിനേഷനിലേക്കാണ് ഒന്നാമത്തെ പരീക്ഷ, പിന്നെ ഇൻഡസ്ട്രിയൽ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, പിന്നെ ചീഫ് പെർസ്പെക്റ്റീവ് പ്ലാനിംഗ്, ഇതിലാണുള്ളത്. അപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്നു 2025 മെയ് 30 അതിനുള്ളിൽ പക്ഷേ 10 പേരുടെ പേര് മാത്രമേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ എഴുത്തു പരീക്ഷയുടെയോ അഭിമുഖ പരീക്ഷയുടെയോ ഒന്നും കണക്കുകളില്ല. അതിലാണ് ആ പ്രശ്നം. അപ്പോൾ നേരത്തെ ഇത് പുറത്തുവിട്ടത് കൊണ്ടാണല്ലോ ഈ പ്രശ്നം ഉണ്ടാകുകയും ആളുകൾ ഇതിനെ ചോദ്യം ചെയ്ത് കോടതിയിലൊക്കെ പോവുകയൊക്കെ ചെയ്തത്. നേരത്തെ പ്രശ്നം ഉണ്ടായതുകൊണ്ടാണല്ലോ. നിലവിൽ ഈ റാങ്ക് ലിസ്റ്റിൽ അതില്ല, 10 പേരുടെ പേര് മാത്രം. എന്നിട്ട് അതിൽ പിന്നെ അത് മാത്രമല്ല, പെർസ്പെക്റ്റീവ് പ്ലാനിങ്ങിൽ അഭിമുഖം നടക്കാനുമുണ്ട്. എന്നിട്ടാണ് അവർ പറയുന്നത് മൊത്തത്തിലൊരു പൊതുപരീക്ഷയാണല്ലോ. ഇതിൻ്റെ ആദ്യഘട്ടം എന്നുള്ളത് പൊതുപരീക്ഷ മൊത്തത്തിൽ ഒരുമിച്ചായിരുന്നു നടത്തിയിരുന്നത്. ആ പൊതുപരീക്ഷയുടെ അടക്കം പരിഗണിച്ചുകൊണ്ട് ഇത് ഒരുമിച്ചൊരു റാങ്ക് ലിസ്റ്റ് വരും, അങ്ങനെ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് ഉദ്യോഗാർത്ഥികളോട് പറഞ്ഞിട്ട് പോലും ഈ എന്ത് ചെയ്തു? ഇടത് സർക്കാർ ഇതിന് ഇടത് സർക്കാരിലേക്ക് നിയമനത്തിന് ശുപാർശ കൊടുക്കുകയാണ് നിലവിൽ PSC ഉണ്ടായത്. അപ്പോൾ അവിടെ
പ്രത്യക്ഷത്തിൽ തന്നെ ഒരു തട്ടിപ്പ് നടന്നതായി ആർക്കായാലും തോന്നും. ഇനി ആരൊക്കെയാണ് ഇതിൽ ഉത്തരവാദി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് സുതാര്യമാക്കാൻ വേണ്ടി OSM ഓൺലൈൻ സ്ക്രീനിങ് മാർക്കിങ്ങോ അങ്ങനെ ഏതാണ്ട് ഒരു സിസ്റ്റമൊക്കെ ഉണ്ട് ഇതിൽ. അതായത് 3 വിഷയങ്ങളുണ്ട്. ഇപ്പം മലയാളം, കണക്ക്, ഇതൊക്കെ ഞാനൊരു ഉദാഹരണം പറയുന്നതാണ്. മലയാളം, കണക്ക്, ഇംഗ്ലീഷ് ഇങ്ങനെയാണ് ഉള്ളതെങ്കിൽ മലയാളം മാത്രമേ ഒരു അധ്യാപിക കാണുള്ളൂ, മറ്റേ ആൾ കണക്ക് മാത്രമേ കാണുള്ളൂ, മറ്റേ ആൾ ഇന്നത് മാത്രമേ. ഇവർ ഇതിലേക്ക് കിട്ടിയ മാർക്കുകൾ അപ്ലോഡ് ചെയ്യും. എന്ത് വെച്ച് കഴിഞ്ഞാൽ ഈ മാനുവൽ മനുഷ്യൻ്റെ എറേഴ്സ് സംഭവിക്കാതിരിക്കാനാണ് ഈ മാർക്കുകൾ കൂട്ടി എഴുതുമ്പോൾ ഉള്ളത്. അപ്പോൾ ആദ്യം ഇവർ PSC പിന്നെ ആസ്ഥാനത്ത് നിന്ന് ഈ ഉത്തര പേപ്പറുകൾ സ്കാൻ ചെയ്തയക്കും, ഓൺലൈനായിട്ട് ഇത് നോക്കും, എന്നിട്ട് ഈ മാർക്കുകൾ അങ്ങോട്ടേക്ക് അപ്ലോഡ് ചെയ്ത് വിടും. ഇതെല്ലാം കൂടി ഇവിടത്തേക്കാണ് വരിക. അപ്പോൾ ഈ മൂല്യനിർണ്ണയം നടത്തിയിട്ടില്ലെങ്കിൽ പോലും ഇവർക്കിത് മനസ്സിലാവും. അവിടെ ഇരിക്കുന്നവർക്ക് ഇവർക്ക് എന്തെങ്കിലും പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, മാർക്കുകൾ കൂട്ടിയിട്ട് തെറ്റിയിട്ടുണ്ടെങ്കിലും ഈ ആസ്ഥാനത്തിരിക്കുന്നവർക്ക് ഇത് മനസ്സിലാവും. ആ മനസ്സിലായിട്ടും മിണ്ടാതിരുന്നു എന്നുള്ളതാണ് ഇതിലുള്ള വേറെ പ്രശ്നം. എന്നിട്ടിത് മനസ്സിലായിട്ടും അത് മറച്ചു വെച്ചുകൊണ്ട് മറ്റാർക്കോ വേണ്ടി എന്നാണല്ല നമ്മൾ വിചാരിക്കേണ്ടത്. ഒരു മാർക്ക് ലിസ്റ്റും പ്രസിദ്ധീകരിച്ച് നിയമനവും കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ പ്രാഥമികമായി നിലവിൽ നാട്ടുകാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഇതിലൊരു തട്ടിപ്പുണ്ട്. അതിൽ ആരൊക്കെയാണ് ഇതിൽ പങ്കാളികളായിരിക്കുന്നത് എന്നുള്ളതാണ് ഇനി കണ്ടെത്തേണ്ടത്. അങ്ങനെയെങ്കിൽ സനീഷേട്ടൻ പറഞ്ഞതുപോലെ അന്വേഷിക്കണം, പുറത്തു വരണം, പിടിക്കണം, ശിക്ഷിക്കണം. കാരണം ഇതൊന്നും ഇങ്ങനെയൊന്നും വിട്ടുകൊടുക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. നമ്മൾ ഈ നീറ്റിലൊക്കെ അങ്ങ് ബഹളം വയ്ക്കുന്നുണ്ടല്ലോ. സത്യത്തിൽ ഇവിടെയുള്ളവരാണെങ്കിലും രാജ്യമൊട്ടാകെ എന്തുകൊണ്ടാണ് ഇതിന് ഗൗരവം കുറച്ച് കാണേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ കേരളത്തിൽ എത്രമാത്രം ഉദ്യോഗാർത്ഥികളുടെ ജീവിതമാണ്. അവർ എത്ര തരത്തിൽ ഏതൊക്കെ വിധത്തിൽ ഒരു റാങ്ക് ലിസ്റ്റിന് വേണ്ടിയിട്ടും അതിൽ ഉൾപ്പെടാനും അതിൻ്റെ കാലാവധി കഴിഞ്ഞ് അത് നീട്ടാനുമൊക്കെയായി നമ്മൾ മുട്ടിലിഴഞ്ഞും അല്ലേ പിച്ചച്ചട്ടി എടുത്തുമൊക്കെ അവര് അവിടെ ആ സമയത്താണ് ഈ തട്ടിപ്പാണെന്ന് ഓർക്കണം. അതായത് അവരുടെ ഒരു ധൈര്യം ആലോചിച്ച് നോക്കൂ. തട്ടിപ്പാണെന്നുള്ള ധൈര്യം. അതായത് സമൂഹത്തിൽ മുഴുവൻ സമരം നടക്കുമ്പോൾ ആക്ഷേപങ്ങൾ ഇങ്ങനെ വരുമ്പോൾ പ്രതിപക്ഷ പാർട്ടിയുടെ യുവജന സംഘടനകൾ ആക്ഷേപം ഉന്നയിക്കുന്നു, മാധ്യമങ്ങൾ PSCയെ സംബന്ധിച്ച് എല്ലാ ദിവസവും വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ യോഗ്യന്മാർ തട്ടിപ്പാടത്തിക്കൊണ്ടേയിരിക്കുന്നത്. മഹാധൈര്യമാണ്, മഹാധൈര്യവാന്മാരുടെ കൊടുക്കാനേ പാടില്ല. അത് കഴിഞ്ഞ ഇടത് സർക്കാരിന്റെ കാലത്താണ് എന്നുള്ളതാണ് അതിൽ കൂടുതൽ കുറച്ചുകൂടെ ആഘാതം ഉണ്ടാക്കുന്നുണ്ടെന്ന്, സൊസൈറ്റിയിൽ ആ ആഘാതം ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും